ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ആദത്തിനും ഹവ്വയ്ക്കും എന്താണ് സംഭവിച്ചത്? അവർ പറുദീസയിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവരെ നിരീക്ഷിച്ചുകൊണ്ട് പിശാച് അല്ലെങ്കിൽ സാത്താൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹവ്വയോട് നുണ പറഞ്ഞു കൊടുത്തു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഹവ്വ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഒരു പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് കഴിഞ്ഞപ്പോൾ അത് പാപമായി. ആ പാപത്തിൻ്റെ അവസ്ഥയിലാണ് സാത്താൻ അവരുടെ മേൽ അധികാരം കിട്ടിയത്. അങ്ങനെ സാത്താൻ അവരുടെ മേൽ അധികാരം കിട്ടിയത് കൊണ്ടാണ് ദൈവത്തിന് പറുദീസയിൽ നിന്നും ആദത്തെയും ഹവ്വയെയും പുറത്താക്കേണ്ടി വന്നത്. ആ ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അവരിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വന്ന പാപം നമ്മളിലുണ്ട്. അപ്പം നമ്മളും അറിഞ്ഞോ അറിയാതെയും പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ടാണ് പിശാചിന് നമ്മുടെ മേൽ അധികാരമുള്ളത്. പക്ഷേ നമ്മളെക്കാളും വളരെ ശ്രദ്ധയോടെ അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് സാത്താനും പിശാചും നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പം നമ്മൾ അവൻ്റെ കെണിയിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുവാണ്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നമുക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളുടെ കാര്യങ്ങളിൽ എല്ലാത്തിനും നല്ല ശ്രദ്ധയുണ്ട്. നമ്മളെ ദൈവം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ്, നമ്മളെ പരിഗണിക്കുന്ന ദൈവമാണെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിട്ടിരിക്കാനും സമാധാനമായിട്ടിരിക്കാനും പറ്റുകയുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? നമ്മൾ താഴ്മയോടെ വിനയത്തോടു കൂടി ഇരിക്കണം. ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് സാധിച്ച് കിട്ടിയില്ലെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ അത് കിട്ടുന്നവരെ, തക്ക സമയത്താണ് ദൈവം നമ്മളെ ഉയർത്തുന്നത്. ആ ഒരു സമയം വരെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമചിത്തതയോടെ, മനസ്സിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാതെ സമചിത്തമായ മനസ്സോടുകൂടി ഉണർന്നിരിക്കണം. അതായത് കള്ളൻ എപ്പോൾ വരുമെന്ന് അറിവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിവുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഉണർന്നിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഈ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ഇങ്ങനെ നടക്കുവാണ്. അപ്പം നമ്മളെ വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. 1 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുവാണ്, ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ വേണ്ടിയായിരുന്നു അത്. അപ്പം നമ്മൾ പാപം ചെയ്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. അപ്പം നമ്മളെ വീണ്ടും ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു, നീതിമാനായ ക്രിസ്തു, ഒരു തെറ്റും ചെയ്യാത്ത ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിൽ മരിച്ച് 3-ാം ദിവസം യേശു ആത്മാവിൽ ഉണർന്നെഴുന്നേറ്റു, ജീവൻ പ്രാപിച്ചു. അത് നമ്മളെ അങ്ങനെ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് യേശു പാപത്തിന് മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചു. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുവാണ്, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ആദത്തിൻ്റെയും ഹവ്വയുടെയും പിൻതലമുറക്കാരായതുകൊണ്ട് തന്നെ നമ്മളിൽ അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ വാസനകളുണ്ട്, പാപങ്ങളും നമ്മളിലുണ്ട്. അപ്പം നമ്മളുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നവനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിക്കുകയും യേശുവിൽ നമ്മൾ പശ്ചാത്തപിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ യേശുവിൻ്റെ മരണത്തിലൂടെ ആ മരണത്തിൽ ഭാഗങ്ങളായി നമ്മളെയും ദൈവസന്നിധിയിൽ എത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമാണ് നമുക്കും ആ രക്ഷ ലഭിക്കുകയുള്ളൂ. എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. യേശു നമ്മളോട് പറയുവാണ്, യേശുവാണെന്ന് വിശ്വസിക്കണം. യേശു നമുക്ക് വേണ്ടിയാണ് പാപങ്ങൾ മരിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കണം.
യേശു പിതാവായ ദൈവത്തിൻ്റെ സത്യവാനായ കർത്താവിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവാണ്. ദൈവം യേശു ക്രിസ്തു പറയുവാണ്, ഞാൻ ഈ ലോകത്തിൽ നിങ്ങളോട് സംസാരിച്ചതൊന്നും എൻ്റെ ഇഷ്ടപ്രകാരം സംസാരിച്ചതല്ല. പിതാവായ ദൈവം എന്താണോ എന്നോട് പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ വചനമാണ് മാംസം ധരിച്ച് യേശു ക്രിസ്തുവായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ പിതാവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് ദൈവം പറയുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രൻ യേശു ക്രിസ്തു വചനം മാംസമായി നമ്മുടെ ഇടയിലേക്ക് വന്നു. ആ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ യേശു ക്രിസ്തു വന്ന് പിതാവായ ദൈവത്തിൻ്റെ മകനാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ പിശാചിനെ കുറിച്ച് പറയുന്നത്, പിശാച് ആദ്യം മുതലേ നുണയനും നുണയൻ്റെ പിതാവുമാണ്. അവൻ കൊലപാതകിയാണ്. അപ്പോൾ ആദത്തിനെയും ഹവ്വയോട് നുണ പറഞ്ഞു കൊടുത്താണ് പാപം ചെയ്യിപ്പിച്ചത്. അപ്പം നമ്മളെയും അവൻ പാപത്തിലേക്ക് വരിക. അവൻ സത്യമായ നമ്മുടെ കർത്താവായ പിതാവായ ദൈവത്തിൽ നിന്നുള്ളവനല്ല പിശാച് എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആണെങ്കിൽ പിതാവിൻ്റെ ഏകപുത്രനാണ്, പിതാവായ ദൈവമാണ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശു പറഞ്ഞ വചനങ്ങൾ നമ്മൾ കേൾക്കുകയും പാലിക്കുകയുമാണ് ചെയ്യേണ്ടത്. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. എന്തുകൊണ്ടാണ്? സാത്താൻ എന്ന് പറയുന്നത് പിശാച് പാപം ചെയ്യിപ്പിക്കും, നുണ പറഞ്ഞ് നമ്മളെ പാപത്തിലേക്ക് നയിച്ചാൽ അവന് അധികാരം കിട്ടും. പാപത്തിൻ്റെ വേദന എന്ന് പറയുന്നത് മരണമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുവാണ്, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ പിശാചിൻ്റെ വചനം പാലിച്ചു കഴിഞ്ഞാൽ, പിശാച് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് മരണം കടന്നു വരും. യേശു പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് മരണം നീങ്ങിപ്പോകും. അപ്പം നിങ്ങൾ മരിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ഒരു മരണത്തെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ വചനത്തിൽ തന്നെ പറയുവാണ്, 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മണൽത്തരിയിലെ ഒരു മണൽത്തരിക്കും അത്രയേ ഉള്ളൂ ഈ 100 വയസ്സ് വരെയുള്ള ജീവിതം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഇരിക്കണം, അതിനകത്ത് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അത്ര മാത്രമേ ഉള്ളൂ 100 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചാൽ അവിടെ നമ്മുടെ ജീവിതം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വളരെ വളരെ നീണ്ട കാലം അല്ലെങ്കിൽ അവസാനമില്ലാത്ത കാലത്തോളം നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് കുരിശുമരണം ചെയ്ത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത്. അപ്പോൾ തൻ്റെ മരണം കൊണ്ട് മരണത്തെ ഇല്ലാതാക്കുകയാണ് യേശു ക്രിസ്തു ചെയ്തത്. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, നമ്മൾ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, പാപമോചനത്തിൽ വിശ്വസിക്കുക. അപ്പോൾ പാപം എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതൊന്നും അറിയാനുള്ള കഴിവില്ല. അപ്പം പിതാവായ ദൈവം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മളെ ദൈവം സ്വതന്ത്രരാക്കും. നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവും, നമുക്ക് നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് പ്രകാശം ലഭിക്കും. അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിയാമെങ്കിലും നമുക്കത് പലപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളുടെ ആത്മീയ മനുഷ്യനും ആത്മീയ അഭിലാഷങ്ങളും ജഡികാഭിലാഷങ്ങളും തമ്മിലുള്ള പോരാട്ടം നിമിത്തമാണ്. അപ്പം അതിനെല്ലാം ദൈവം പറഞ്ഞേക്കുന്നത്, അതിനെല്ലാം ശക്തിപ്പെടുത്താൻ വേണ്ടി, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ആത്മാവിനെ തന്നിട്ട് പോകുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാ കാര്യം പഠിപ്പിക്കുകയും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ശക്തിയില്ലാത്തവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയാൻ പറ്റും. അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് പ്രാവർത്തികമാക്കാൻ പറ്റാതെ നമ്മൾ വീണു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുള്ളത്. ആ സഹായകനായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കുന്നതിലും യാചിക്കുന്നതിലും കൂടുതൽ തരാൻ ദൈവത്തിന് സന്മനസ്സുണ്ട്. ദൈവം തരുമോ ചെയ്യുമോ എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചോദിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് അത് ആവശ്യത്തിലും കൂടുതൽ ദൈവം നൽകും. ആ പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് പിടിച്ച് നിലനിൽക്കാനായിട്ടും
ദൈവം പറഞ്ഞിട്ടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനും സാധിക്കും. അങ്ങനെ നമ്മൾ ദൈവം പറഞ്ഞ വചനങ്ങൾ പാലിക്കുമ്പോൾ നമ്മളിൽ നിന്ന് മരണം നീങ്ങിപ്പോകും എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് പിശാച് അകന്നു പോകും. അപ്പോൾ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് ചുറ്റി നടന്ന് അന്വേഷിക്കുന്ന പിശാചുക്കളും നമ്മുടെ ചുറ്റിനുമുണ്ട്. ആ പിശാചുക്കളിൽ നിന്ന് നമ്മളെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കണം. ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങളും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കുക. പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ വചനത്തിലും നിലനിൽക്കാനുള്ള ശക്തി ലഭിക്കും. അപ്പോൾ ഈ പിശാച് നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. നമ്മളെ നിത്യജീവനിലേക്ക് കൈപിടിച്ച് നടത്താനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്.